Hi friends, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ലൈം ജ്യൂസ് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. സാധാരണ നമ്മൾ ലൈം ജ്യൂസ് തയ്യാറാക്കി എടുക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്നിവിടെ ലൈം ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ചൂട് സീസണിൽ ഇതുപോലൊരു നാരങ്ങ വെള്ളം തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു റീഫ്രഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ വ്യത്യസ്ത രുചിയിലുള്ള ഈ ലൈം ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമ്മളിവിടെ 2 ഗ്ലാസ് ലൈം ജ്യൂസ് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാഷ്യൂ നട്ട്സ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലൈം ജ്യൂസിന് നല്ലൊരു വൈറ്റ് കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. 6-7 കാഷ്യൂ നട്ട്സ് ഒക്കെ മതിയാകും കേട്ടോ. കാഷ്യൂ നട്ട്സിന് പകരം ബദാം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏലക്കയുടെ തൊലി മാറ്റിയതിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്ക ആഡ് ചെയ്യുമ്പോൾ 2 ഏലക്ക മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഏലക്കയുടെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാട്ടോ. ഇത് ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാരങ്ങയാണ്. നാരങ്ങ നമ്മുടെ പുളിക്കനുസരിച്ചുള്ള അളവിൽ വേണം എടുക്കേണ്ടത്. 2 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ട് 1.5 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നാരങ്ങ നമ്മൾ ഇതുപോലെയല്ല ചേർത്ത് കൊടുക്കുന്നത്, ജ്യൂസ് എടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാരങ്ങ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല തണുപ്പോടെ കുടിക്കുമ്പോഴായിരിക്കും ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ജ്യൂസിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല പതയോടെ കിട്ടുന്നത് വരെ അടിച്ചെടുക്കണം. ഏകദേശം 1 മിനിറ്റ് ഒക്കെ അടിച്ചെടുത്താൽ മതിയാകും കേട്ടോ. അടിച്ചെടുക്കുന്ന ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ 1 നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ജ്യൂസിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ജ്യൂസ് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് അല്പം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ലൈം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ചൂട് സീസണിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണിത്. അപ്പോൾ ഈ സ്പെഷ്യൽ നാരങ്ങ വെള്ളം എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.